ഫുട്ബോളിനെ പല താരങ്ങളും വ്യത്യസ്ത കോണുകളിലൂടെയാണ് വീക്ഷിക്കുന്നത്. ചിലർക്ക് ഫുട്ബോൾ എന്നത് അവരുടെ ജീവന് തുല്യമാണ്. അതുകൊണ്ടാണ് ലിവർപൂൾ ഇതിഹാസ താരം സ്റ്റീവൻ ജെറാർഡ് പറഞ്ഞത്, ഞാൻ മരിക്കുമ്പോൾ എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകരുത്, എന്നെ ആൻഫീൽഡിലേക്ക് കൊണ്ടുപോകും. ഞാൻ ജനിച്ചത് അവിടെയാണ്, ഞാൻ മരിക്കുന്നതും അവിടെയായിരിക്കണം. റോമൻ ഇതിഹാസം ടോട്ടിയും ഏകദേശം ഈ പാതയിൽ തന്നെയാണ്. ദ ഡെഫിനിഷൻ ഓഫ് ലോയാലിറ്റി. എന്നാൽ ചില താരങ്ങൾ ഫുട്ബോളിനെ കാണുന്നത് പണത്തിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് ബെനോയ് അസു എക്കോട്ടോ എന്ന കാമറൂണിയൻ താരം താൻ ഫുട്ബോൾ കളിക്കുന്നത് പാഷൻ കൊണ്ടല്ല, മറിച്ച് പണത്തിന് വേണ്ടിയാണെന്ന് പരസ്യമായി തുറന്നു പറഞ്ഞത്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം തന്നെയാണ്. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് യൂറോപ്യൻ ഫുട്ബോളിലെ ടോപ്പ് 5 ലീഗുകളിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന താരങ്ങളെക്കുറിച്ചാണ്. 2025 അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വെറും കണക്കുകൾക്കപ്പുറം അവരുടെ അധ്വാനത്തിന്റെയും പോരാട്ടത്തിന്റെയും കഥ കൂടിയാണെന്നത് നാം മനസ്സിലാക്കണം. പട്ടികയിലെ 10ാം സ്ഥാനത്ത് നിൽക്കുന്നത് ബാർസലോണയുടെ പോളണ്ട് സ്ട്രൈക്കർ റോബർട്ട് ലെവൻഡോസ്കിയാണ്. പ്രായം 36 കഴിഞ്ഞിട്ടും ഗോളടിക്കാനുള്ള ദാഹം തീരാത്ത ഈ പോരാളിക്ക് ബാർസലോണ നൽകുന്നത് ആഴ്ചയിൽ 3,40,000 പൗണ്ടാണ്. ബുണ്ടസ് ലീഗ ഭരിച്ച ശേഷം ലാലിഗയിലെത്തിയിട്ടും ലെവൻഡോസ്കിയുടെ ഗോൾ വേട്ടയ്ക്ക് കുറവൊന്നുമില്ല. തൊട്ടു പിന്നാലെ 9-8 സ്ഥാനത്ത് ഒരേ ശമ്പളവുമായി 2 വമ്പന്മാരുണ്ട്. ഒന്ന് ലിവർപൂളിന്റെ വൺമതിൽ വിർജിൽ വാൻഡൈക്കും, 2 മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മധ്യനിരയിലെ കരുത്തൻ കസമിറോയും. ഒരു കാലത്ത് പരിക്ക് കാരണം കരിയർ അവസാനിപ്പിച്ച് എന്ന് വിധി എഴുതിയിടത്തു നിന്നാണ് വാൻഡൈക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച ഡിഫൻഡറായി തിരിച്ചു വന്നത്. എന്നാൽ റയലിൽ നിന്ന് എല്ലാം നേടിയാണ് കസമിറോ യുണൈറ്റഡിലെത്തിയത്. ഇരുവർക്കും ആഴ്ചയിൽ ലഭിക്കുന്നത് ഏകദേശം 3.5 ലക്ഷം പൗണ്ടാണ്. ഇനി നമ്മൾ ആദ്യ 5ലേക്ക് കടക്കുകയാണ്. 5ാം സ്ഥാനത്ത് റയൽ മാഡ്രിഡിന്റെ ഡേവിഡ് അലാബയാണ്. ബയേൺ മ്യൂണിക്കിൽ നിന്ന് റയലിലെത്തിയ അലാബ നിർഭാഗ്യവശാൽ ACL ഇഞ്ചറി എന്ന വില്ലൻ കാരണം കളിക്കളത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തിന് റയൽ നൽകുന്ന വില ആഴ്ചയിൽ 3,73,000 പൗണ്ടാണ്. 4ാം സ്ഥാനത്ത് നിൽക്കുന്നത് ലിവർപൂളിന്റെ സ്വന്തം ഈജിപ്ഷ്യൻ രാജാവ് മുഹമ്മദ് സലയാണ്. ചെൽസിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ കരിയർ അവസാനിപ്പിച്ചു എന്ന് കരുതിയെടുത്തു നിന്നാണ് സല തുടങ്ങിയത്. ഇറ്റലിയിൽ പോയി കളി മെച്ചപ്പെടുത്തി. ഇംഗ്ലണ്ടിലേക്ക് രാജകീയമായി തിരിച്ചെത്തി ലിവർപൂളിന് കിരീടങ്ങൾ നേടിക്കൊടുത്ത സല ആഴ്ചയിൽ വാങ്ങുന്നത് 4 ലക്ഷം പൗണ്ടാണ്. 3ാം സ്ഥാനത്ത് ഇംഗ്ലണ്ടിന്റെ നായകൻ ഹാരി കെയ്നാണ്. ടോട്ടൻഹാമിനായി വർഷങ്ങളോളം ഗോളുകൾ അടിച്ചുകൂട്ടിയിട്ടും ഒരു കിരീടം പോലും നേടാൻ കഴിയാത്തതിന്റെ സങ്കടം മാറ്റാനാണ് അദ്ദേഹം ജർമ്മനിയിലെ ബയേൺ മ്യൂണിക്കിലേക്ക് ചേക്കേറിയത്. അവിടെയും ഗോൾ മഴ പെയ്യിപ്പിക്കുന്ന കെയ്നിന്റെ പ്രതിഫലം 4,14,000 പൗണ്ടാണ്. 2ാം സ്ഥാനത്തെത്തുമ്പോൾ അവിടെയുള്ളത് ഫുട്ബോൾ ലോകത്തെ അടുത്ത സൂപ്പർ സ്റ്റാർ കിലിയൻ എംബാപ്പയാണ്. PSG-യിലെ നീണ്ട നാടകങ്ങൾക്കും വിവാദങ്ങൾക്കുമൊടുവിൽ തന്റെ സ്വപ്ന ക്ലബ്ബായ റയൽ മാഡ്രിഡിലെത്തിയ എംബാപ്പെ ആഴ്ചയിൽ 5,18,000 പൗണ്ടാണ് പ്രതിഫലമായി വാങ്ങുന്നത്. ഫീൽഡിലെ ആ മിന്നൽ വേഗത്തിന് ഇതിലും വലിയ അച്ചീവ്മെന്റ് അയാൾക്ക് ലഭിക്കാനില്ല. 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗോൾ മെഷീൻ എർലിംഗ് ഹാലണ്ടാണ്. മനുഷ്യനാണോ അതോ റോബോട്ടാണോ എന്ന് തോന്നിപ്പിക്കുന്ന പ്രകടനം. പ്രീമിയർ ലീഗിലെ ഡിഫൻഡർമാർക്ക് പേടി സ്വപ്നമായ ഒരേയൊരു ഹാലണ്ട്. ഗോളുകൾ അടിച്ചുകൂട്ടുന്നതിൽ റെക്കോർഡുകൾ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഹാലണ്ട്. ആഴ്ചയിൽ 5,25,000 പൗണ്ടാണ് ഈ നോർവീജിയൻ താരത്തിന് സിറ്റി നൽകുന്നത്. കളിക്കളത്തിൽ ഇവർ നൽകുന്ന ആവേശത്തിന് നമുക്ക് വിലയിടാൻ കഴിയില്ലെങ്കിൽ പോലും ഫുട്ബോൾ ഇന്ന് എത്ര വലിയൊരു സാമ്രാജ്യമാണെന്ന് ഈ കണക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കും.